റണ ഫാത്തിമ ഉണ്ടെങ്കിൽ ബിഗ് ബോസിൽ പോയതിന് ശേഷം ഒരുപാട് പേരുണ്ടെങ്കിൽ അവർക്കെതിരെ ഏറ്റാനുള്ള കമൻസ് ഒക്കെ ഇടാറുണ്ട്. അതിന് അവർ തന്നെ ഓരോരോ റീൽസ് സെൻസ് ഒക്കെ ഉണ്ടാക്കി ഇടാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ റണയുടെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇതേ കണക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്. തൻ്റെ മോളുണ്ടെങ്കിൽ എന്തുവാണ് ഇത്രയും വലിയ തെറ്റിയത്, എല്ലാവരും എന്തിനാണ് ഇതേ കണക്കത്തുള്ള ദേഷ്യമൊക്കെ അവളോട് കാണിക്കുന്നത്, ഇപ്പോൾ അവളുണ്ടെങ്കിൽ ആൾക്കാരോട് റെസ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണോ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവൾ അത്ര വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞാണ് ആ ഉമ്മ വീഡിയോ ഇട്ടിരുന്നത്. നിങ്ങൾ ഇതേ കണക്കുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ കണക്ക് റേണയുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതേ കണക്ക് ചെയ്യുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് അച്ചാറിൻ്റെ വിഷയം തന്നെ എടുക്കുക. അതിനകത്തുണ്ട് ഈ അച്ചാർ ഇതേ കണക്ക് എടുത്തുണ്ടെങ്കിൽ കഴിച്ച് നോക്കിയിട്ട് ആ സ്പൂൺ ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ അങ്ങ് ഇട്ടേക്കുവാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളെ വീട്ടിലാണെങ്കിൽ നമ്മളെ വീട്ടുകാരാണെങ്കിൽ ഓക്കെ എന്ന് പറയും. പക്ഷേ അതല്ലാതെ ഒരു ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മളെ ചുറ്റിന് നിൽക്കുന്ന എല്ലാവരും ഉണ്ട് ഈ സ്ട്രേഞ്ചേഴ്സ്, അവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് തന്നെ ഏറ്റവും ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അതോടെ തന്നെ ഉണ്ട് ഈ ബാക്കിയുള്ളവർക്ക് സംസാരിക്കുന്ന വിധം, അല്ലെങ്കിൽ അവരോട് പെരുമാറുന്ന വിധം, അല്ലെങ്കിൽ അവരെ പേരെടുത്ത് വിളിക്കാതെ പാടാ പോടാ അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുക്കണമെന്നല്ല, തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും തിരിച്ചെന്ന് പറയുന്നത്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു സംസാരിക്കുന്നതിനും ഒരു പ്രത്യേക തരം വിധമൊക്കെ ഉണ്ട്. അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് ഇതിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതായിരിക്കും.